ഒരുപക്ഷെ ഷീ ജിൻപിങ്ങിന്റെ ഒരു ഭരണകാലത്ത് ചൈന വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിയുന്തി പോയേക്കാം. ഷീ ജിൻപിങ്ങിന്റെ ഭരണം കഴിഞ്ഞാൽ ചൈനയുടെ സ്ഥിതി എന്തായിത്തീരുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിന്റെ കാരണം ചൈനയ്ക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇന്ത്യയിലെ മീഡിയാസിൽ വരുന്ന വാർത്തകളിൽ പോലും വളരെയധികം ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന, അസഹിഷ്ണുത കാണിക്കുന്ന ഒരു പ്രവണത ചൈനീസ് മുഖപത്രത്തിനുണ്ട്. ഈ ചൈനീസ് മുഖപത്രം നേരിട്ട് ഷി ജിൻപിങ് മോണിറ്റർ ചെയ്ത് കണ്ടന്റ് കൊടുക്കുന്ന ഒരു പത്രമല്ല, മറിച്ച് ചൈനയിലെ നേതാക്കളുടെ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടമുള്ള ഒരു പത്രമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഷി ജിൻപിങ്ങിനെ പോലെ തന്നെ ഒരു ചൈനീസ് ആശയം പിന്തുടരുന്ന, അതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കാമോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പലരും അതിനെ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നൊക്കെ ചൈന വ്യതിചലിച്ചിട്ട് എത്രയോ കാലമായി. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ വിളിക്കാം തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി. ഇവർ പിന്തുടരുന്ന കമ്മ്യൂണിസത്തിൽ വിമർശനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല, പുകഴ്ത്തലുകൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ചൈനയെ പൊഴുത്തുക, ചൈനീസ് നഗരങ്ങളെ പൊഴുത്തുക, പ്രസിഡന്റിനെ പൊഴുത്തുക, നേതാക്കളെ പൊഴുത്തുക, പാരമ്പര്യത്തെ പൊഴുത്തുക. വിമർശനം എന്നത് ചൈനയിലില്ല. അത് ചൈനക്കാർക്ക് അതിന് കഴിയില്ല. നമുക്കറിയാം, ചൈനയിൽ ആരെങ്കിലും ഗവൺമെന്റിനെയോ സംവിധാനങ്ങളെയോ വിമർശിച്ച് അവന്റെ ജീവിതം തീർന്നു. ഒന്നുകിൽ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. അതാണ് ചൈനയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ എല്ലാ സ്വാതന്ത്ര്യം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. ഏതുവരെ? ഗവൺമെന്റിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് എന്തിനേയും കുറിച്ചും പറയാം. ഗവൺമെന്റിനെയും ഭരണകൂടത്തിനെയും കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പറയാതിരുന്നാൽ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ചിലപ്പോൾ ചൈന എന്ന് പറയാം നമുക്ക്. കാരണം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് അവിടെയുണ്ട്, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എല്ലാ സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ സർക്കാരിനെ തൊട്ട് കളിക്കല്ല, വിമർശനങ്ങൾ ഉന്നയിക്കരുത്. ചൈനയ്ക്കെതിരെ കാമ എന്നൊരു അക്ഷരം പറയാൻ പാടില്ല. അതാണ് ചൈനയുടെ ഒരു നയം. അപ്പോൾ ഇവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഖനം തന്നെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഖനമാണിത്. അതിന്റെ തലക്കെട്ടിന്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളുടെ വലിയ വിജയം എന്ന വിവരണം ന്യൂഡൽഹിയുടെ അസ്വസ്ഥതയും ആത്മവിശ്വാസക്കുറവുമാണ് കാണിക്കുന്നത് എന്നാണ് അതിന്റെ തലക്കെട്ട്. നമ്മൾ ആ ലേഖനത്തിന്റെ ഒരു പിക്ചർ, ഒരു പ്രതീകാത്മകമായ പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ആനയെ വരച്ചിരിക്കുന്നത് നമുക്കറിയാം, ഇവരുദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരിക്കാം, അല്ലെങ്കിൽ മോദിയുടെ ആ ഒരു വസ്ത്രമാണ് ഇവരവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ആ ആനയുടെ ആ ഒരു എക്സ്പ്രഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. അതിനകത്ത് ചൈനീസ് ഗവൺമെന്റിന്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാം, ആ മുഖത്തേക്ക് കാണാം, ആ പല്ല് കടിച്ചു പിടിച്ചിരിക്കുന്ന കാർട്ടൂൺ. അതിനകത്ത് അവർ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ലേഖനത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നേപ്പാൾ പ്രധാനമന്ത്രി പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ആദ്യം ഇന്ത്യയിൽ പോകുന്നതിന് പകരം ചൈനയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം വളരെയധികം വറീഡായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ ഇന്ത്യ ആദ്യമായി സന്ദർശിക്കാൻ തെരഞ്ഞെടുത്തപ്പോൾ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓവർസീസ് വിസിറ്റ് ആയിട്ട് ഇന്ത്യ തെരഞ്ഞെടുത്തപ്പോൾ അതിനെ ഒരു കാർണിവൽ പോലെ ഇന്ത്യൻ മീഡിയ ആഘോഷിക്കുകയാണ് എന്നാണ് ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ തന്നെ അവർ പറയുന്നത്. തുടർന്ന് ഈ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയുടെ ഏതോ ഒരു മാധ്യമത്തിന്റെ തലക്കെട്ട് തന്നെ ശ്രീലങ്ക ചൈനയിൽ നിന്നും ഒരുപാട് അകന്ന് ഇന്ത്യയുമായിട്ട് അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിന്നിരിക്കുകയാണ്, ഇത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ വലിയ വിജയമാണ് എന്ന് പറഞ്ഞൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതാണ് ചൈനീസ് പത്രത്തിനെ ഇത്രയേറെ പ്രൊവോക്ക് ചെയ്തത്. ഈ ലേഖനം അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനം ഉണ്ടായിരുന്നിട്ടും ശ്രീലങ്കൻ നേതാക്കൾക്കും നയ രൂപകർത്താക്കൾക്കും ഇന്ത്യ എങ്ങനെ പ്രധാനപ്പെട്ടതാണ് എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ സന്ദർശനം. അതിന് അടിവരെ ഇടുകയാണ് ഈ ഒരു സന്ദർശനം. ഇന്ത്യയുടെ താല്പര്യത്തിന് ഹാനികരമായ രീതിയിൽ തങ്ങളുടെ പ്രദേശം ഒരു തരത്തിലും ഉപയോഗിക്കാൻ രാജ്യം അനുവദിക്കില്ല എന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയെന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെയധികം വാർത്താ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഈ ഒരു ചൈനീസ് പത്രം എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇതൊരു സ്വതന്ത്രമായ ഒരു മാധ്യമത്തിന്റെ അവകാശമാണ്. ഇപ്പൊ നമ്മൾ വീഡിയോകൾ ചെയ്യുന്നു, വ്യക്തിപരമായ നമ്മുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിലയിരുത്തലുകളോ തോന്നലുകളോ സംശയങ്ങളോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം അതാണെന്ന് അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാതെ, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിലെ നേതൃത്വമോ അല്ലെങ്കിൽ അതിൽ അധികാരപ്പെട്ടവരോ ഇതാണ് ഞങ്ങളുടെ നയം എന്നൊരു വിഷയത്തിൽ ഒഫീഷ്യലായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതാണ് നല്ലത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ നമുക്ക് പറയാൻ കഴിയൂ. അപ്പൊ ഗവൺമെന്റിന്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഗവൺമെന്റിന് മാത്രമേ പറയാൻ പറ്റൂ. അത് പറഞ്ഞാൽ നമുക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കും. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്.
ഇന്ത്യയുടെ ഈ ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് എക്കാലവും ചൈന പരാജയപ്പെടുന്നത്. ഒരു വശത്ത് നമ്മുടെ അജിത് ഡോവൽ ചൈനയിൽ പോവുകയും ചൈനയുടെ വൈസ് പ്രസിഡന്റിനെ അടക്കം കാണുകയും വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ പുരാതനമായ 2 സംസ്കാരങ്ങളാണ്, നമുക്ക് ഒന്നിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഒന്നിച്ചു പോകാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നന്നായിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഒരു വശത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിർത്തിയിലും സമാധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൈനീസ് മാധ്യമങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നതിൽ വലിയ പരാജയമാണ്. ഇവരുടെ അസഹിഷ്ണുതയാണ് ഇത് വ്യക്തമാക്കുന്നത്. എങ്ങനെയാ ജനങ്ങൾ ഇതൊക്കെ സഹിച്ചവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരു AC വെച്ച റൂമിൽ എല്ലാ ലക്ഷറി ഫെസിലിറ്റീസും തന്ന് നമ്മളെ പിടിച്ചിരുത്തിയിട്ട് അത് ജയിലല്ല, പകരം അത് ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു AC റൂമും ഒരു ഫെസിലിറ്റിയും ഒക്കെ ഉള്ള സ്ഥലമാണ്, ആസ്വദിക്കും എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെ നമുക്കത് വലിയ ആസ്വാദനമായി തോന്നാം. മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നും. പിന്നെ പതിയെ പതിയെ നമുക്ക് അകത്തുള്ള ലക്ഷറി ഫെസിലിറ്റീസിനേക്കാളും വലുത് നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് തോന്നും. അതാണ് ചൈനയുടെ അവസ്ഥ. പുറത്തുനിന്ന് നോക്കുന്ന നമ്മൾ ഇന്ത്യക്കാർക്ക് അവർ വളരെ ഹാപ്പി ആയിട്ട് തോന്നാം. അവർ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടമുണ്ടെങ്കിൽ ചൈനയിലുള്ള ആരെങ്കിലും അത് പ്രകടിപ്പിക്കുമോ, അത് തുറന്നു പറയുമോ? അതിനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ പോലും ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചൈനയിൽ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞു പെരുപ്പിക്കുന്നത് പോലെയൊന്നും ഇവിടെ ചൈനയിലില്ല, ഇവിടെ ജനങ്ങളൊക്കെ എത്ര ഹാപ്പിയാണ്, സന്തോഷമാണ് എന്നൊക്കെ. ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ് അളക്കാനുള്ള മെഷീൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒരിക്കലും ചൈനയിലെ ഒരാളും അവിടെ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവരുടെ രാജ്യത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയില്ല. പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് അവർക്കറിയാം. കാരണം ചൈന 1949 ശേഷം അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പൂർവികർ പറഞ്ഞും നേരിട്ട് അനുഭവിച്ചവരും ഒക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരാളും ഗവൺമെന്റിനെതിരെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ക്യാമറയും കൊണ്ട് പോയിട്ട് എങ്ങനെയാണ് ചൈനയിൽ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഇവിടെ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളേ ഉള്ളൂ അവര്. അവർക്ക് സത്യം പറയാൻ ഒരിക്കലും കഴിയില്ല. ഉത്തര കൊറിയയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അവിടെ കിം ജോങ് ഉന്നിനെ കാണുമ്പോൾ കരയണം, കിം ജോങ് ഉന്നി ചിരിച്ചാൽ അവരും ചിരിക്കണം, കൈകൊട്ടണം. അവിടെ അദ്ദേഹത്തിന് ഒരു അക്ഷരം പറയാൻ പറ്റില്ല. അതിന്റെ കുറച്ചുകൂടെ ഒരു ഭേദപ്പെട്ട ഒരു അവസ്ഥയാണ് ചൈനയിലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ വ്യത്യാസവും ഇല്ല അവിടെ. അപ്പൊ ആ ചൈനയിലെ ജനങ്ങൾ ഒരിക്കലും അവിടെ അവരുടെ അവസ്ഥ പറയില്ല. പക്ഷെ അവർക്ക് ഒരു വിഷയത്തിൽ അസംതൃപ്തി തോന്നിയാൽ പ്രതികരിക്കാൻ പറ്റില്ല. ഇവിടെ കൊടി പിടിച്ചങ്ങ് നേരെ ഇറങ്ങാം നമുക്ക്, അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കാം, സമരം ചെയ്യാം. അവിടെ ഒന്നും നടപ്പില്ലെന്നേ. അവിടെ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അപ്പൊ ആ ചൈനയുടെ അസഹിഷ്ണുതയുടെ ഒരു തെളിവാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഒരു വിഷയത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യാൻ, തലക്കെട്ടുകൾ എഴുതാൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ അഭിപ്രായമല്ലല്ലോ അത്. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ ഞങ്ങൾക്ക് ഇതാ ചൈനയുടെ മേൽ വിജയം വന്നിരിക്കുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ? ഇന്ത്യയിൽ എത്രയോ മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളെ ഒന്നും സർക്കാർ നിയന്ത്രിക്കുന്നുമില്ല. അവർക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചൈനീസ് ഗവൺമെന്റിന് അറിയാത്തതുകൊണ്ടാണോ? പക്ഷെ അവരുടെ അസഹിഷ്ണുതയാണ്. അതായത് ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ഒരു വാർത്തയും പ്രചരിക്കരുത്. ചൈന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം. ചൈന ആരും ഒന്നും പറയാൻ പാടില്ല. പണ്ട് അത് ചൈനയ്ക്കുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചൈനയുടെ വികസനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അത് ചൈനയുടെ ഉള്ളിലേ ഉള്ളൂ. ചൈന ഇപ്പോൾ ആഗോള തലത്തിൽ അമേരിക്കയ്ക്ക് പകരം ഒരു വലിയ പവർ ആവാനായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ഈ വീർപ്പ് മുട്ടൽ കാരണം ഇവർക്കിപ്പോ ഒരു തരത്തിലും അവരുടെ രാജ്യത്ത് മാത്രമല്ല, ഇപ്പൊ അതായത് ഇന്ത്യക്കാരും മിണ്ടാതിരിക്കണം, ചൈനയെ ഒന്നും പറയാൻ പാടില്ല, നമ്മുടെ അഭിപ്രായങ്ങളും മിണ്ടാൻ പാടില്ല. ഇത് ആദ്യമായിട്ടല്ലെന്നേ ഇവരിങ്ങനത്തെ ലേഖനങ്ങൾ എഴുതുന്നത്. കഴിഞ്ഞൊരു 10 വർഷം ഗ്ലോബൽ ടൈംസ് എഴുതിയ ലേഖനങ്ങളിലേറെയും ഇന്ത്യൻ മീഡിയയെ വിമർശിക്കുന്നതാണ്. ഇന്ത്യൻ മീഡിയയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ഇന്ത്യൻ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ മീഡിയകളിലൂടെ പലരുടെയും അഭിപ്രായങ്ങൾ പറയുന്നതും അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഗവൺമെന്റിന് അതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നും ഈ ചൈനയിലെ മീഡിയ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഇന്ത്യയിലെ മീഡിയ വർക്ക് ചെയ്യുന്നതെന്നൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ അസഹിഷ്ണുതയാണ് അവർ കാണിക്കുന്നത്. ഇപ്പോ ഈ ഒരു നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും ശ്രീലങ്കൻ പ്രസിഡന്റിന്റെയും വിസിറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഈ ചെറിയ രാജ്യങ്ങളെ സൈഡ് ചേരാനായിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണെന്നൊക്കെയാണ് എവിടെയോ ഇരിക്കുന്ന ചില വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ചൈനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം എന്ന ആ ഒരു തരത്തിലേക്ക് ഇന്ത്യയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്, ഇന്ത്യൻ മീഡിയാസ്. ഈ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വിസിറ്റിന് ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രാധാന്യമുണ്ട്. അതാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാധാന്യം റിഫ്ലക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു മെന്റാലിറ്റി ആണെന്നും ഇന്ത്യ ഒരു റീജിയണൽ പവർ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു ഗ്ലോബൽ പവർ ആവുന്നതിന് പകരം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ എന്താ പറയുക പ്രൊഫസർമാരുടെയൊക്കെ വാക്കുകളെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്.
ഇതിന്റെ തുടർച്ചയായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഒരു തരത്തിലും സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷം ചേരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ, ഈ ചെറിയ രാജ്യങ്ങൾ അവർക്ക് ഏതാണോ ബെനിഫിഷ്യൽ എന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കട്ടെ, ആ ചോയ്സ് തിരഞ്ഞെടുക്കട്ടെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് റീജിയണൽ ആയിട്ടുള്ള സമാധാനത്തിനും സ്റ്റെബിലിറ്റിക്കും വികസനത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് ഏതാണോ ബെറ്റർ, അയ്യോ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ചൈനക്കാരന്മാരാണേ, അവർക്ക് ഏതാണോ ബെറ്റർ അതങ്ങ് എടുത്തോട്ടെ. അല്ലാതെ ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുക, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. അവരങ്ങ് തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ മറ്റേ കുഞ്ഞു വാവയാണല്ലോ, ഞങ്ങൾ ഒന്നും പറയാത്ത പഞ്ചവാവം. ഈ സൗത്ത് ഏഷ്യയിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇവർക്കുണ്ട്, ചൈനയ്ക്ക്. ഇവരാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കടക്കണിയിൽപ്പെടുത്തിക്കൊണ്ടും ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ടും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പേര് പറഞ്ഞുകൊണ്ടും ഒക്കെ ഇവരാണ് രംഗത്ത് വരുന്നത്. അവിടെയാണ് ഇന്ത്യയുടെ മാധ്യമങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ ചൈനയിലെ പോലെ അടിമകളല്ല, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് ഈ ശ്രീലങ്ക ചൈനയിൽ നിന്നും ഒരുപാട് അകലെയാണെന്നും ഇന്ത്യക്കൊപ്പമാണെന്നുമുള്ള അത്തരം വാർത്തകളോട് ഇവർ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു ലേഖനത്തിനകത്ത്. അതിനകത്ത് ഇവർ പറയുന്നത് ഇപ്പോൾ ചൈനയുടെ സഹായത്തോടെയാണ് കൊളംബോ പോർട്ട് സിറ്റി, ഹംബന്തോട്ട പോർട്ടൊക്കെ ശ്രീലങ്കയിൽ വന്നത്. അത് കാരണം ശ്രീലങ്കയ്ക്ക് ഒരുപാട് എക്കണോമിക് ഡെവലപ്മെന്റ്സ് ഉണ്ടായി, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം. അതായത് പ്രസിഡന്റിന്റെ വസതി വരെ കയ്യേറി നാട്ടുകാർ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കുന്നതും സകലതും കൊള്ളയടിക്കുന്നതും മനുഷ്യർക്ക് ആഹാരം പോലും കിട്ടാതെ പട്ടിണിയും പരിവട്ടവുമായിട്ട് അവർ നരകിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ കാരണക്കാരാരെന്നുള്ളതും ലോകത്തിന് മുഴുവൻ അറിയാം. അവിടെ രക്ഷിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ദിശനായകെ വന്ന് പറഞ്ഞത് ഇന്ത്യയെ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ, അതുകൊണ്ട് ഇന്ത്യക്കെതിരെ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ ഒരിക്കലും തയ്യാറായില്ല എന്ന്. അപ്പൊ ഇതാണിപ്പോൾ ഇവരെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ശരിക്കും അത് കൊണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ നേപ്പാൾ പ്രധാനമന്ത്രി വന്നപ്പോൾ ഇവർക്കെതിരെ സന്തോഷമൊക്കെ തോന്നി. കാരണം ഇന്ത്യ ക്ഷണിക്കാതെയാണ് മൂപ്പരെ അങ്ങോട്ട് പോയത്. ഇന്ത്യയുടെ ക്ഷണം കാത്ത് കുറെ നാൾ ഇരുന്നു. ശർമ്മ ഒലി പക്ഷേ ചൈനയുടെ ചാരനും ഏജന്റും ഒക്കെ ആണെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഇന്ത്യ വലിയ വില കൊടുത്തില്ല. പക്ഷേ ദിശനായകി അങ്ങനെയല്ല, ഇന്ത്യ ക്ഷണിച്ചു, അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യം എത്തി. ഇതാണ് ചൈനയ്ക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത്. ഇന്ത്യയെക്കാൾ പല മടങ്ങ് സാമ്പത്തികമായിട്ടൊക്കെ വളർന്നിട്ടും ഇന്ത്യയുടെ ആ ഒരു ഡോമിനൻസ്, ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യയുടെ ആ ഒരു മേധാവിത്വത്തെ ചൈനയ്ക്ക് ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ സങ്കടം. അതാണ് ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് ഇവർ കരഞ്ഞു തീർക്കുന്നത്. പക്ഷേ ഇത് അവരുടെ അസഹിഷ്ണുതയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഇന്ത്യ ചൈന റിലേഷൻ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലായതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ കൂടുതലായി ഉണ്ടാവുന്നത് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവർക്കില്ലേ? ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഒരു മാധ്യമത്തിൽ വന്നാൽ ഇവരെന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? അത് ഗവൺമെന്റിന്റെ അഭിപ്രായമല്ലല്ലോ. ഗവൺമെന്റ് തലത്തിൽ സംസാരിച്ച് ചർച്ചകൾ നടത്തി, അഥവാ ഇനി മാധ്യമങ്ങളുടെ വാർത്തകളിൽ അസഹിഷ്ണുത ഉണ്ടെങ്കിൽ തന്നെ അത് ഡിപ്ലോമാറ്റിക് വേയിലൂടെ പരിഹരിക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയല്ലേ ഗ്ലോബൽ ടൈംസിനെ പോലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്തരം കാർട്ടൂണുകൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ അപമാനം തന്നെയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള. അത്തരത്തിലാണ് അവർ ഈ കാർട്ടൂൺസ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.